ഈ കാണുന്നത് കൊല്ലങ്കോടും പാലക്കാടും കുട്ടനാടും ഒന്നും അല്ല കേട്ടോ, നല്ല ഒന്നാം തരം തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ദക്ഷിണേന്ത്യയിലെ കാശി എന്നറിയപ്പെടുന്ന തെങ്കാശി പ്രകൃതി ഭംഗിയാലും ആത്മീയ ചൈതന്യത്താലും സമ്പന്നമായ ഒരു മനോഹരമായ പട്ടണമാണ്. തമിഴ്നാടിൻ്റെ തെക്കേ അറ്റത്ത് പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം സഞ്ചാരികൾക്ക് ഓരോ മാസവും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നൽകുന്നത്. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ കേരളത്തിലായിരുന്നു മുമ്പ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ഇതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ കേരളം വിട്ട് പുറത്തേക്ക് തന്നെ പോകണം. മുമ്പ് കുട്ടനാടും അതുപോലെ തന്നെ പാലക്കാടും ഇപ്പോഴും ഉണ്ട് കേട്ടോ, എങ്കിൽ പോലും നമ്മുടെ കേരളത്തിന് പുറത്തേക്കും ഇതെല്ലാം വ്യാപിച്ചു കിടക്കുകയാണ്. വർഷത്തിലെ എല്ലാ മാസവും ഓരോരോ ഭാവങ്ങളാണ് തെങ്കാശി നമുക്ക് നൽകുന്നതെങ്കിൽ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളാണ് തെങ്കാശിയെ കൂടുതൽ സുന്ദരമാക്കുന്നത്. തെങ്കാശിയുടെ ഐശ്വര്യമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ഗോപുര കാഴ്ചകൾ മുതൽ ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളും വരെ നയനമനോഹരമാണ്. തെങ്കാശിയുടെ ഗ്രാമീണ സൗന്ദര്യവും കൃഷിയിടങ്ങളും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസങ്ങൾ ഒട്ടേറെ അവസരങ്ങൾ നൽകുന്നതാണ്. തമിഴ് സംസ്കാരവും പ്രകൃതിയുടെ അനുഗ്രഹവും ഒത്തുചേരുന്ന തെങ്കാശിയിലെ യാത്രകൾ എന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകളായിരിക്കും. എത്ര സിനിമകളിൽ മുഖം കാണിച്ചെന്ന് പറഞ്ഞാലും തെങ്കാശിയെ തിരിച്ചറിയാൻ ഒറ്റ മുഖമേ ഉള്ളൂ, അത് ഇവിടുത്തെ കൃഷിക്കാരാണ്. നെല്ല് തന്നെയാണ് ഇവിടുത്തെ പ്രധാന കൃഷിയെങ്കിലും നെല്ല് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷണം മാമ്പഴമാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ഇവിടുന്ന് മാമ്പഴങ്ങൾ കയറ്റിവിടുന്നത്. തമിഴ്നാട്ടിലെ മറ്റു ഗ്രാമങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭംഗിയാണ് തെങ്കാശിയിലെ ഗ്രാമങ്ങൾക്കുള്ളത്. തടാകങ്ങളും ക്ഷേത്രങ്ങളും കൊയ്യാനായ പാടങ്ങളും എല്ലാം ചേർന്ന ഒരു മുത്തശ്ശിക്കഥയിലെ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി, അതാണ് തെങ്കാശി. ഒരിക്കൽ പോയാൽ പിന്നെ എന്നും നമുക്ക് പോകാൻ തോന്നുന്ന ഒരു നാട് തന്നെയാണ് തെങ്കാശി.